എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. തുടരും. യെസ്, എന്താ അല്ലേ, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ലാലേട്ടനും തുടരും. ഒന്ന് ചിന്തിച്ച് നോക്കണം, വളരെ മോശം കാലഘട്ടം ലാലേട്ടന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് തുടർന്നിട്ടുണ്ട്, പിന്നെയാണോ ഇപ്പോ ഹൈ പോസിറ്റീവ് നിൽക്കുമ്പോ തുടരല്ലാണ്ട് പിന്നെ എന്താണ്, തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ തന്നെ കേട്ടോ പണി. ഇതൊക്കെ ഇങ്ങനെ കാണുക, കണ്ടിരിക്കുക, ഇതൊക്കെയല്ലേ വൈബ്. ഓക്കെ ഓക്കെ. ഫ്ലാഷ് ബാക്ക്. പ്രേക്ഷകൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആര് നല്ലത് ചെയ്യുന്നു അവർ കൈയടിക്കും, ആര് മോശം ചെയ്യുന്നു അവർ കൂവും. അതാണ് സത്യം. ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. മോഹൻലാലിന്റെ തുടർച്ചയായിട്ട് 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാൽ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞി ചീത്ത വിളിക്കും. നിങ്ങളുടെ കാലത്ത് തേൻ കുറിശിയിലെ ഡയർ ഡബിളായിരുന്ന ആളിപ്പോ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതുപോലത്തെ ഒരു തോൽവിക്ക് എന്നാ പറയാനാണോ? തോറ്റു തന്നെ മടി പറയും. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ല്. പലരും മനസ്സിലാക്കിയ കൊള്ളാം. എല്ലാവരും മോഹൻലാൽ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞി ചീത്ത വിളിക്കും. ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റിയിട്ട് ലാലേട്ടനെ പോലെ. പിന്നെ അത് അവരങ്ങനെയാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും ഒരു ഗതിയില്ലാതെ നീ തെരുവിൽ കൂടെ നടക്കും. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. തല താഴ്ത്തി നടന്നോളണം. ആ പഴയ തീയൊന്നുമില്ല, വെറും ചാരം. പഴയ മോഹൻലാൽ ആവുന്നില്ല, വിന്റേജ് ലാലേട്ടൻ ഇല്ല, അല്ലെങ്കിൽ ലാലേട്ടന്റെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്നിങ്ങനെയുള്ള വാർത്തകളാണ് എല്ലായിടത്തും. അങ്ങോർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ചില സത്യങ്ങള് കേൾക്കുമ്പോ പ്രയാസം തോന്നും, പക്ഷെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. ഉറപ്പിക്കാമോ? പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാ പോരാ, പഠിക്കണം. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളം. ഇല്ല, അവൻ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. എന്ത് വർത്തമാനോടെ അതിനല്ലാതെ. ഇനി മതി, കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. കണ്ടോ, യുവമാരും മതം പൊട്ടിയാൻ നിൽക്കണേ. ആണോ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ജിംസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ബോക്സ് ഓഫീസിനോട് തുടങ്ങാം. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അടിപൊളി പടം. ഇതാണ് എമ്പുരാനെക്കാട്ടും ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് ഇതാണ് അടിപൊളി പടം. മോഹൻലാൽ ഫാനാണോ? മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി? ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ ഇഷ്ടമാണ്. അടിപൊളി പടം. എങ്ങനെയാണ് മോഹൻലാലിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും? പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ, നല്ല അഭിനയം. അടിപൊളി. എന്തോ അഭിനയോ മോഹൻലാലിന്റെ കാണുന്നത് തന്നെയാണ് കേട്ടോ. പെർഫോമൻസ് മോഹൻലാലിന്റെ അഭിനയം തന്നെയാണ്. ലാലേട്ടന്റെ അഭിനയം കിടുകിട്ടുണ്ട്. എങ്ങനെയുണ്ട് വില്ലൻ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കേട്ടോ? അടിപൊളി, തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തോ നീ എന്നതാണോ പറഞ്ഞേ? കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. കണ്ടോ, യുവമാരും മതം പൊട്ടിയാൻ നിൽക്കണേ. നിന്റെ ഒക്കെ കൂട്ടത്തോടെ പറഞ്ഞേ ഒറ്റ വീട്ടിൽ കാട് കയറി. ഇത്രയും വലിയ കെങ്കേമനിടി സത്യം പറഞ്ഞത് ഓർക്കുമ്പോ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു. അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും.
ആർക്കട ഇവിടെ ലാലേട്ടൻ അഭിനയം പഠിപ്പിക്കാനുള്ള ആർക്ക്? That was the best acting I've ever seen in my whole life. Thank you. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. Hey, I've seen this one. This is a classic. ഒന്നും കഴിച്ചില്ല, തോന്നുന്നുണ്ടാവും. എന്റെ മോനെ. അടിപൊളി. എങ്ങനെ ചെയ്തു? ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ്. പ്രാക്ടീസ്. അന്യായം അണ്ണാ, അന്യായം. എടാ ഈ പിള്ളേരൊക്കെ പറയത്തില്ല കൊലമാസ്. അതെ, ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. കാസ്റ്റിക്കുള്ളിലെ കൊലാകാരൻ സാറിങ്ങി മുഖ്യധാരയിലേക്ക് വരും. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. എന്ത് പറയാ, ഇതൊക്കെയാണ് വില്ലേ. അയാൾ ഒരു അന്യായ പെർഫോമൻസ്. വർക്കിച്ച എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ആരാ? തോന്നുന്ന കുട്ടിയാ? ഇവിടെ വാടാ. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ ഇതിന് മാപ്പ്. നീ ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ട്. നീ അയ്യോ. എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ, ഓനെ ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. ഇങ്ങനെ പോയാ അയാൾ കയറി അങ്ങ് വാങ്ങുന്നു. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. മോനെ പുരുഷു, ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം. ഇനിയും കഥ തുടരും. അയ്യോ, പുളി മോഹൻലാൽ തുടരും. പിന്നെ അല്ല, ആളുടെ വലിപ്പം ഇനിയും പറഞ്ഞ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ, അതെ. പിന്നെ എന്തിനു ഇനി പറയണം? ഒന്ന് ശരിക്ക് കണ്ണ് തുറക്കുക, അത്രേ ഉള്ളൂ. കാണും എന്ത് ആ വലിപ്പം. അതാണ്, അത്രേ പറയാനുള്ളൂ. എന്താണെങ്കിലും തുടരും കാണാത്തവർ കുറേ ആൾക്കാർ കാണാത്തവരുണ്ട്, നമുക്കറിയാം. എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അടിച്ചു കുത്തി പോവുക. 200 നിൽക്കണത്, അതാണ് 200 എത്തിക്കണം. അവിടെ നമ്മൾ അതിന്റെ മുകളിൽ എത്തിക്കണം. പിന്നെ അത് അടുത്ത കണക്ക്. നമുക്കൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അവിടെയെങ്കിലും എത്തണം. എപ്പോഴും ഒരു റൗണ്ടിങ്ങിൽ കൊണ്ട് നിർത്തണം. അവിടെ വേണം. അതാണ്. അതൊക്കെ അപ്പുറത്തുള്ളത് ഇനി വേറെ വരാൻ എന്നിട്ട് ഇങ്ങനെ കുറെ ഇടാളാണ്. പിന്നെ അല്ലാണ്ട് എന്താണെങ്കിലും തകർക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.